നമസ്കാരം. ഇനി വരാനിരിക്കുന്ന പുകയിൽ കണ്ടു തന്നെ അറിയാമെന്ന് പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ ഒരു ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള പുത്തൻ സാങ്കേതിക വിദ്യ AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതായത് പോലീസിന് AI ഏറെ ഗുണകരമാണ് എന്നതുപോലെ തന്നെ കുറ്റവാളികൾക്കും പ്രിയപ്പെട്ട ഒരു സാങ്കേതിക വിദ്യയാണ് AI എന്ന്. അപ്പോൾ കുറ്റവാളികൾക്കും പോലീസിനും ഒരുപോലെ ശക്തമായ ആയുധമായി ഇന്ന് AI മാറിക്കഴിഞ്ഞു എന്നർത്ഥം. കൃത്രിമ ബുദ്ധി സമൂഹത്തിന് ഉപകാരപ്പെടുമെങ്കിലും അത് ക്രിമിനലിന്റെ കയ്യിൽപ്പെട്ടാൽ ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും വഴിവെക്കും എന്ന ആശങ്ക ആളുകളിൽ കൂടിക്കൂടി വരികയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ പലരും ചിന്തിച്ചു തുടങ്ങിയിട്ടില്ലാത്ത സങ്കല്പങ്ങൾക്കപ്പുറത്തുള്ള ഒരു ആധുനിക സാങ്കേതിക വിദ്യയാണ് AI. അപ്പോൾ അതിലൂടെ കൃത്രിമ ബുദ്ധിയും കുറ്റകൃത്യങ്ങളും തമ്മിൽ വലിയൊരു ബന്ധം വളരുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ AI സാങ്കേതിക വിദ്യയുടെ വൻ പുരോഗതി സമൂഹത്തിനും സുരക്ഷയ്ക്കും ഒരുപോലെ വെല്ലുവിളികളും അതിലേറെ അവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമൂലമുണ്ടാകുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക് ലോകത്താകമാനം എത്രയും പെട്ടെന്ന് നിയമപരമായ സാധുത കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെയും അഭിപ്രായം. കാരണം ആധുനിക കുറ്റവാളികൾ AI കുറ്റകൃത്യങ്ങൾക്ക് സഹായിയായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് ആരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഉദാഹരണം, സൈബർ ക്രൈം ആയിട്ട് AI ഉപയോഗിച്ച് ആശുപത്രികളിലെ കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്ക് ചെയ്ത് റാൻസം വെയർ വഴി കോടികൾ ആവശ്യപ്പെടുന്നു. വ്യാജ ഓഡിയോ വീഡിയോ നിർമ്മാണം, അതായത് വ്യാജ അശ്ലീല ചിത്രം ഉണ്ടാക്കുക, അത് യഥാർത്ഥ കുട്ടികളെ വെച്ചുകൊണ്ടല്ല നിർമ്മിക്കുന്നത് എന്നുള്ളത് വേറെ കാര്യം. എന്നാൽ അതും നിയമപരമായി കുറ്റമാണ്. ഫ്രോഡ്, തട്ടിപ്പ്, AI ജനറേറ്റഡ് വ്യാജ വോയിസ് അല്ലെങ്കിൽ വീഡിയോ വഴി ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം വലിച്ചെടുക്കൽ. ഇത് നമ്മുടെ കേരളത്തിലും ഈയിടെയായി ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ വലിയൊരു തുക നഷ്ടപ്പെട്ടത് പത്രത്തിൽ വായിച്ചു കാണും. അതും വ്യാജ ശബ്ദം ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ മയക്കുമരുന്ന്, ആയുധ കച്ചവടം, ഓൺലൈൻ ഡാർക്ക് വെബ് വഴി ചാറ്റ് ബോട്ട് ഉപയോഗിച്ച് അനധികൃത വ്യാപാരം, AI വിദ്യകളിലൂടെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഡ്രോണുകൾ, റോബോട്ടിക്സ് എന്നിവയൊക്കെ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നത്, അതൊക്കെ രാജ്യത്തിന്റെ അതിർത്തിയിലൊക്കെ അവനൊക്കെ സാധാരണഗതിയിൽ നമ്മൾ കണ്ടേക്കാം. എന്നാൽ നാട്ടിൻ പുറങ്ങളൊക്കെ ഇനി വരുകാലങ്ങളിൽ ഉണ്ടായാൽ സംഗതി കിടപ്പങ്ങ് മാറും. അപ്പോൾ AI ക്യാമറകളിലൂടെ ഫേഷ്യൽ റെക്കഗ്നിഷൻ തെറ്റായി ഉപയോഗിച്ച് ആളുകളുടെ സ്വകാര്യത ലംഘിക്കുക, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നാം നേരിടാൻ പോകുന്നത് എന്നോർക്കുക. അപ്പം മിക്ക രാജ്യങ്ങളും നിയമ നടപടികൾ ശക്തമാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനെതിരെ. എങ്കിലും പലപ്പോഴും ഇത്തരം ആക്രമണവും കുറ്റകൃത്യങ്ങളും തിരിച്ചറിയാൻ സമയം എടുക്കുന്നു എന്നത് വേറെ കാര്യം. ഇപ്പം AI ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ തടയുന്നുണ്ട്. സർക്കാരും നിയമം നടപ്പാക്കുന്ന ഏജൻസികളും ഒക്കെ AI ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നുമുണ്ട്. ഇപ്പോൾ CCTV ആൻഡ് സർവീലൻസ് ഇപ്പോൾ AI മുഖേന മുഖം തിരിച്ചറിഞ്ഞ് കുറ്റവാളിയെ കണ്ടെത്തുന്നുണ്ട്. പ്രെഡിക്റ്റീവ് പോലീസിംഗ്, ഡാറ്റ അനലൈസിംഗ് വഴി കുറ്റകൃത്യം നടക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പോലീസിന് അതുവഴി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് AI ഹാക്കിംഗ് ശ്രമങ്ങൾ കണ്ടെത്തി തടയുന്നുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ AI ഉപയോഗിച്ച് വ്യാജ ഡോക്യുമെന്റ്, ഡീപ്പ് ഫേക്ക് വീഡിയോ എന്നിവ കണ്ടെത്തുന്നുണ്ട്. അതുപോലെ ട്രാഫിക് ആൻഡ് പബ്ലിക് സേഫ്റ്റി AI വഴി റോഡിൽ വാഹനങ്ങളുടെ നിയമലംഘനം കണ്ടെത്തി വേഗത്തിൽ നടപടിയെടുക്കുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ AI ഉപയോഗിച്ച് തെറ്റായി ഒരാളെ കുറ്റവാളിയാക്കാനും പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇനിയുള്ള കാലം വ്യക്തികളുടെ സ്വകാര്യത നഷ്ടപ്പെട്ട് സ്വസ്ഥയില്ലാത്ത കാലമായിരിക്കും എന്ന് സാരം. അപ്പോൾ AI കുറ്റവാളികൾക്ക് ഒരു പുതിയ ആയുധമാണ് എന്നതിനാൽ ഈ കാര്യത്തിൽ വ്യക്തവും ശക്തവുമായ അന്താരാഷ്ട്ര നിയമങ്ങളും നടപടികളും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതില്ലെങ്കിലും വരും കാലങ്ങളിൽ നാം അറിയാതെ തന്നെ നമ്മൾ ഒരു കുറ്റവാളിയായി ആയേക്കാം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.